വിരഹവും വിഷാദവുമെല്ലാം നിറഞ്ഞൊഴുകുന്ന ഒരു സ്വരമധുരമായ നദിയാണ് നമ്മുടെ മലയാളത്തിൻ്റെ വാനമ്പാടി KS ചിത്ര. ഇന്ന് KS ചിത്ര ചേച്ചിയുടെ 61ാം പിറന്നാൾ സംഗീതത്തെ ഇഷ്ടപ്പെടുന്നവരും സംഗീതം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരും ആസ്വദിക്കുന്നവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ എന്നുള്ളത് കാൽടെക്സിലെ സൂര്യ സിൽക്സ് എന്ന റെഡിമെയ്ഡ് ഷോപ്പിലാണ്. ഇവിടെയുള്ളത് എനിക്ക് തോന്നുന്നത് എല്ലാവരും പാട്ടുകാരാണെന്നാണ് ഞാനിവിടെ വന്നപ്പോൾ ഇവിടെയുള്ള ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ പറഞ്ഞത്. എല്ലാവരും നല്ല പാട്ടുകാരാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവരുടെ വിശേഷങ്ങളിലേക്കും ഒരു ചെറിയ സംഗീത വേദി തന്നെ നമുക്കിന്നിവിടെ കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കിവിടെ ഓരോരുത്തരെയും പരിചയപ്പെടാം. അവർക്ക് എത്രത്തോളം ചിത്രചേച്ചീനെ ഇഷ്ടമാണ്, എത്രത്തോളം അവർ ചിത്രചേച്ചിയുടെ പാട്ടുകൾ കേൾക്കാറുണ്ട്, ആസ്വദിക്കാറുണ്ട് എന്നുള്ളത് അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഓക്കെ, നമുക്ക് ഇന്നിന് 3 ചേച്ചിമാരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. നമുക്ക് ചേച്ചിമാരെ പരിചയപ്പെടാം, എന്നിട്ട് കാര്യത്തിലോട്ട് കിടക്കാം. ചേച്ചീൻ്റെ പേര് സിനി, വീട് കണ്ണൂര്. ഓക്കെ, ചേച്ചീൻ്റെ പേര് ജിഷ, വീട് കിച്ചേരി. ചേച്ചീൻ്റെ പേര് സുനില, പനങ്കാവ്. ഓക്കെ, അപ്പോൾ 3 ആൾക്കാരും നമ്മുടെ കണ്ണൂർ തന്നെ ഉള്ളത്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അറിയോ? സ്റ്റാർ സിംഗറിൽ കണ്ടായിരുന്നു ചിത്ര ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ മലയാളത്തിൻ്റെ വാനമ്പാടി KS ചിത്ര ചേച്ചിയുടെ പിറന്നാളാണ്, 61ാം പിറന്നാളാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ ഇതിൽ പാടുന്ന ആൾക്കാരുണ്ടെന്ന്, ഇവിടെ എല്ലാവരും പാട്ടുകാരാണ്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇവിടെ പാടുന്ന ഒരു ചേച്ചിയും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യം ചേച്ചീൻ്റെ അടുത്ത് ഒരു പാട്ടിലൂടെ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഏതെങ്കിലും പാടിക്കും ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടുള്ള പാട്ട്. 4 വരി അങ്ങനെ മതിയോ? ഉയിരിൻ നാദനേ ഉലകിൽ നാദിയേ പറഞ്ഞിട്ടില്ല. ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ, ആലംബമെന്നും അഴലാഴങ്ങൾ നീ എന്ന ജന്മം പൊരുളേ, ഉയിരിൻ നാഥനേ ഉലകിൽ നാദിയേ, ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ചേച്ചി എന്താ അറിയില്ല, ഭയങ്കര നെർവസാണ്. ഞാനിപ്പോൾ വന്നപ്പോൾ തന്നെ ചേച്ചി ഭയങ്കര വിറയലോടുകൂടിയാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. എന്തിനാണെന്ന് അറിയില്ല, ഞാൻ ഒന്നും ചെയ്യില്ല. ചേച്ചി പേടിക്കണ്ട. ചേച്ചി പാടുമോ? പെട്ടെന്ന് വന്നപ്പോൾ നമ്മൾ 2 ദിവസം മുന്നേ പറയുകയാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നത് അടിപൊളിയായിട്ട് വന്ന് നിൽക്കുമായിരുന്നു ചേച്ചി. ചേച്ചി പാടൂല? മുഖം കണ്ടാ അറിയാം നല്ല പാട്ടറിയാം. പാടും 2 വരി. ചിത്ര ചേച്ചിയുടെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ 2 വരി പാടിയിട്ടില്ല എന്ന് പറയുമ്പോൾ മോശമല്ലേ? പാടാൻ അറിയാത്ത ആൾക്കാർ പോലും പാട്ട് കേട്ടാൽ പാടി പോകുന്നാണ് പറയുന്നത്. അപ്പോൾ 2 വരി പറഞ്ഞ 2 വരി ഞാൻ പാടുന്ന പാട്ട് പാടുമോ? അറിയില്ല. കാർമുകിൽ പറഞ്ഞിട്ട് അറിയാമോ? 2 വരി മതി. ബാക്കി പരി ഓർക്കട്ടെ. ചുണ്ടിൽ തേരുമോട് കുഴലിൻ്റെ വീണൊരു ശ്രീരാഗം ഓക്കെ, കണ്ടോ, വരാൻ മടിച്ചെന്ന ചേച്ചിയായിരുന്നു ഈ ചേച്ചി. ഈ ചേച്ചിയാണ് പാട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഓടിച്ചാടി വരികയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ചിത്ര ചേച്ചീനെ ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലേ? പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമല്ലേ ചിത്ര ചേച്ചിയുടെ? ഇഷ്ടമല്ലേ? അപ്പോൾ ചേച്ചീൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട്, ചിത്ര ചേച്ചി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഫസ്റ്റ് വരുന്ന പാട്ട് ഏതാണ്? ഇപ്പോൾ പാടിയ പാട്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടം. കണ്ടോ, എൻ്റെ ബുദ്ധി, എൻ്റെ ഇൻ്റലിജൻസ്, എൻ്റെ ബ്രില്യൻസ് എല്ലാവരുടെ മനസ്സ് വായിച്ചിട്ടാണ് ഞാൻ പാട്ട് കൊടുത്തത്. ചേച്ചിക്കോ? എനിക്ക് മറ്റേ ഒരു പാട്ടുണ്ടല്ലോ, ഓടി ചെയ്തൊരു പാട്ടിട്ട് ഓർമ്മ കിട്ടുന്നില്ല. പെട്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ചിത്ര ചേച്ചി പാടിയ ഓരോന്നായിട്ട് ഇവർക്ക് എടുത്ത് പറയാനുള്ള ബുദ്ധിമുട്ടാണെന്ന് ഇവർ പറയണത്. എല്ലാ പാട്ടുകളും ഇവർക്ക് ഇഷ്ടമാണെന്ന്, നല്ല പാട്ടുകളാണെന്നാണ് പറയുന്നത്. കണ്ട, ഇപ്പോഴും പറയണത് ചേച്ചി മുൻകൂട്ടി പറഞ്ഞിരുന്നെങ്കിൽ പ്രാക്ടീസൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വരുന്ന പറയുന്നത്. അത് ഇനി അടുത്ത ആരുടെങ്കിലും ബർത്ത്ഡേക്ക് ഇതുപോലെ ഞാൻ മുൻകൂട്ടി കത്തൊക്കെ അയച്ചിട്ട് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ ചിത്ര ചേച്ചിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് നമുക്കിന്ന് 2 ചേച്ചിമാരെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. പരിചയപ്പെടാം. ചേച്ചി പേരെന്താ? സനിത. ചിത്ര. ഓ, ചിത്ര. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു പാട്ട് ചെറുതായിട്ട് പാടും. ആ പാട്ട് ഏത് മൂവിയാണെന്ന് ഗസ് ചെയ്യാം.
അല്ലെങ്കിൽ മൂവി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അഭിനയിച്ച് ഹീറോയോ ഹീറോയിനോ നടനോ നടിയോ ആരെങ്കിലും ഒരാൾ. ഓക്കെ, പാട്ട് ഇതാണ്. തങ്കത്തിങ്കൾ കിളിയായി കുറുകാം, താരത്തൂവൽ മെനയാം നനയാം, നീരാടിയാടും നിറസന്ധ്യയിൽ. അഭിനയിച്ചത് വിക്രം. ഓക്കെ, ഓക്കെ, താങ്ക് യു ചേച്ചി. 2 ചേച്ചിമാരെ കൂടെ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഒരാൾ ഗായികയാണെന്നാണ് പറയുന്നത്. നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. ഓക്കെ, അപ്പോൾ ചേച്ചി പേരെന്താ? അംബിക. ദീപ്തി. രണ്ടാളും കണ്ണൂരിൽ നിന്ന്. അതെ അതെ. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചിത്രയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അറിയാലോ, നമ്മുടെ മലയാളത്തിൻ്റെ വാനമ്പാടി. അപ്പോൾ ചിത്ര ചേച്ചിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ചെറിയൊരു പ്രോഗ്രാം. എല്ലാവരും സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, സംഗീതം ആസ്വദിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്കും എത്രത്തോളം സംഗീതത്തിനെ കുറിച്ചുള്ള അറിവുണ്ടെന്നും കൂടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ഞാനൊരു സിമ്പിൾസ് കാണിച്ചു തരും, ഓരോ ഇമോജികൾ കാണിച്ചു തരും. ആ ഇമോജികൾ ഡീറ്റെയിൽ ചെയ്തിട്ട് നിങ്ങൾ പാട്ടാക്കുക. അത് ചിത്ര ചേച്ചി പാടിയ ഒരു പാട്ടായിരിക്കും ഞാൻ കാണിച്ചു തരാൻ പോണത്. അപ്പോൾ അത് ഏതാണെന്ന് ഗസ് ചെയ്യുക, ആ പാട്ട് ഏതാണെന്ന് ഗസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇവർക്ക് കൊടുക്കുന്ന ഇമോജി. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇമോജി. മലയാളം പാട്ടാണ്, പഴയ പാട്ടാണ്, നല്ല 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 കേൾക്കാൻ ഇമ്പുള്ള നല്ല പാട്ടാണ്. ജസ്റ്റ് ഈ പിക്ചേഴ്സ് വെച്ചിട്ട് എന്താണ് മലയാളം വേർഡ്സ് പിക്ചേഴ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യും. ഇതിലാരോ പാട്ടുകാരിയാണെന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ മോശമാണ്. നല്ല ഫേമസ് പാട്ടാണ്, പഴയ പാട്ടാണ്. ജസ്റ്റ് ഈ പിക്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇതാക്കി പാടിയാൽ മതി. പിക്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലേ? പക്ഷെ പറ്റുന്നുണ്ട്. പക്ഷേ പിക്ചേഴ്സ് ഇപ്പോൾ ഇത് മഴവില്ല, കിട്ടുന്നില്ല. ഒന്നുകൂടെ ചിത്ര ചേച്ചി പാടിയ ചിത്ര ചേച്ചി പാടിയ പാട്ടുകൾ തന്നെ ഒന്ന് റിവൈൻഡ് ചെയ്ത് ആലോചിച്ച് നോക്ക്. ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇവർക്കും ഒരു ഐഡിയ ഇല്ല എന്ന് പറയണേ. നമുക്ക് വേറെ 2 ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു നോക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു റെഡിമെയ്ഡ് ഷോപ്പിൽ സൂര്യ സിൽക്സിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, കാൽടെക്സിലുള്ള. ഇവിടെ എല്ലാവരും കലാകാരന്മാരാണ് തോന്നുന്നത്. വരുന്ന ചേച്ചിമാരൊക്കെ പാട്ടുകാരാണ്. അപ്പോൾ 2 ചേച്ചിമാരെ കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നോക്കാം. അപ്പോൾ ചേച്ചിൻ്റെ പേരെന്താ? പ്രിയങ്ക. ഷെമി. ഓക്കെ, ഇവിടെ കുറേ ആയോ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? കണ്ണൂർ തന്നെയാണോ രണ്ടുപേരും? ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു സിമ്പിൾസ് ആണ്. ചേച്ചിക്ക് ഭയങ്കര ധൃതി, പാടാൻ ഇങ്ങനെ മുട്ടി നിൽക്കാന്നൊക്കെ പറയില്ലേ, ഭയങ്കര ധൃതിയാണ് ചേച്ചിക്ക്. അപ്പോൾ ചേച്ചി എത്തി എൻ്റെ ഫോൺ ഇങ്ങനെ എത്തി നോക്കുകയാണ് എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവർക്ക് കാണിച്ചു കൊടുക്കാം. നേരത്തെ കാണിച്ച സെയിം സിമ്പിൾസ് ആണ്. ഇവർ ഗസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ചേച്ചീൻ്റെ കോൺഫിഡൻസ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഗസ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ നോക്കാം. ഇതാണ് ചേച്ചി സിമ്പിൾസ് വരുന്നത്. അറിയാവോ? കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് ചേച്ചി ആദ്യമേ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ചേച്ചിക്ക് അറിയാന്നാ പറഞ്ഞിട്ടുള്ളത്. ചേച്ചി പാടൂലേ? ഓക്കെ. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ? ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെയുള്ള എല്ലാവരും പാട്ടുകാരാണ്. ഇനിയും ഒരുപാട് ആൾക്കാർ വരാണ്ട് എല്ലാവരും പാട്ടുകാരാണെന്ന് പറയുന്നത്. നമുക്ക് വഴിയെ ഒരാളെ പരിചയപ്പെടാം. ഇത്രയും സമയം നമുക്ക് ഇവിടുന്ന് കിട്ടിയത് 7 ചേച്ചിമാരെയാണ്. പക്ഷെ ഇപ്പം നമ്മുടെ കൂടെയുള്ളത് 2 പുലിക്കുട്ടികളാണ്. ഇവിടുത്തെ 2 പേരും പാട്ടുകാരാണെന്നാണ് ചേച്ചിമാരൊക്കെ പറഞ്ഞത്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കുക, ഇവരെ തന്നെ നേരിട്ട് പരിചയപ്പെടാം. ഓക്കെ, ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് നിതിൻ. ചേട്ടൻ്റെ പേര്? ഗൂഗിൾ. ഓക്കെ, 2 ആളും പാട്ടുകാരാണ്. അത്യാവശ്യം അങ്ങനെ പാടിപ്പോകും. അപ്പോൾ 2 പേരുടെ പാട്ട് കേട്ടിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ചേട്ടാ ഒരു പാട്ട്. ആയിക്കോട്ടെ, ഏതായാലും കുഴപ്പമില്ലല്ലോ. 1000 കണ്ണുള്ള മാലാഖവാനിലായി ഈരാവിതാകെ തിളങ്ങി നിൽക്കേ,
പോരുവാനാശയുണ്ടേറെ കിളി കൂടുമേയുവാൻ നിന്റെ ആ നെഞ്ചകത്തിൽ. കിളികളാം കുരുവികൾ കുറുകുന്ന കാട്ടിലെ വിജനമാം പാതയിൽ നാം രണ്ടുപേർ. പകലേതുമറിയാതെ ഇരവേതുമറിയാതെ വിരിയാത്ത പൂവിനെ കാത്തു നിൽപ്പൂ. പകലേതുമറിയാതെ ഇരവേതുമറിയാതെ വിരിയാത്ത പൂവിനെ കാത്തു നിൽപ്പൂ. ഓക്കെ, ഇതാണ് പറഞ്ഞത് ചെറുതായിട്ടേ പാടുള്ളൂ. അല്ലെങ്കിൽ ഈ പാട്ട് അറിയാവുന്ന എല്ലാവരും ഇങ്ങനെ തന്നെയാണ്, പാടൂല, സമ്മതിക്കൂല, പാടൊന്നും സമ്മതിക്കേയില്ല, ജാടയിട്ട് 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 ഇങ്ങനെ നിൽക്കും. അപ്പോൾ അടുത്ത ചേട്ടൻ്റെ പാട്ട് കേൾക്കാം. കുഴപ്പമില്ല, നാടൻ പാട്ടാണെങ്കിൽ എന്താ, എല്ലാ സംഗീതത്തെയും ആസ്വദിക്കുന്ന ആൾക്കാരാണ് മലയാളികൾ, എല്ലാ ഭാഷകളും ആസ്വദിക്കുന്ന ആൾക്കാരാണ് മലയാളികൾ. അപ്പോൾ നാടൻ പാട്ട് ഒന്നുമില്ല. அப்பா நம்மாடே கும்பளத்தை அம்மே நம்மாடே சிறகத்தை. அப்பா நம்மாடே கும்பளத்தை அம்மே நம்மாடே சிறகத்தை. കുമ്പാളം പൂത്തതും കായ പാറിച്ചതും കറിക്കരിഞ്ഞതും നെയ്യിൽ പോരിച്ചതും നീ അറിഞ്ഞോ കറുത്ത പെണ്ണെ കുഞ്ഞാളി, നീ അറിഞ്ഞോ കറുത്ത പെണ്ണെ. അപ്പോൾ ഇത്ര നല്ല പാട്ടുകാരാണ് ഇപ്പോൾ പറയണത് ചെറുതായിട്ടേ പാടുള്ളൂ. അപ്പോൾ നന്നായിട്ട് പാടിയെന്ന് പ്രേക്ഷകർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ കുറച്ച് ജാടയിട്ട് അവിടെ ഇങ്ങനെ നിന്നോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. ഞാനൊരു പാട്ട് പാടും, ഒരു വരിയേ പാടുള്ളൂ. ആ പാട്ടിൻ്റെ രണ്ടാമത്തെ ലൈൻസ് നിങ്ങൾ പാടണം. ഓക്കെ, പാട്ടുകാരായതുകൊണ്ടും സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന രണ്ടുപേരായതുകൊണ്ടും വലിയ റിസ്ക് ഉള്ള ക്വസ്റ്റ്യൻ ഒന്നും ആയിരിക്കില്ല. പഴയ പാട്ടാണ്, എല്ലാവരും കേട്ട് തഴഞ്ഞ പാട്ടാണ്. ഓക്കെ, പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടികടന്നെത്തുന്ന പതനിസ്വനം. അപ്പോൾ അടുത്ത വരി ഈ ചേട്ടന്മാരാ പാടാൻ പോണേ. പിന്നെയും പിന്നെയും ആരോ നിലാവിൻ്റെ പൊൻവേണുവോതുന്ന മൃദുമന്ത്രണം. പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോ നിലാവിൻ്റെ പൊൻവേണുവോതുന്ന സോറി, അത്രേ അറിയുള്ളൂ. ഇത്രേ അറിയുള്ളൂ, ഇത്രയും പാടിയല്ലോ. ഞാനോർത്ത് പഴയ പാട്ടായതുകൊണ്ട് ആർക്കും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്കോർത്ത്. ഇപ്പോഴും മലയാളികൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് KS ചിത്ര ചേച്ചിയുടെ പാട്ടുകൾ അന്നും ഇന്നും കേൾക്കാൻ, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് KS ചിത്ര ചേച്ചി പാടി ഒപ്പിട്ട് വെച്ചിട്ടുള്ളതെന്ന് വീണ്ടും വീണ്ടും മലയാളികൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിത്ര ചേച്ചിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ഒരു ഗായികയെ കൂടി നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. പാടാം. ഓക്കെ. മൗലിൽ മയിൽ പീലി ചാർത്തി മഞ്ഞപ്പട്ടാമ്പരം ചാർത്തി ഗുരുവായൂരമ്പല. ഓക്കെ, ചേച്ചിക്ക് നാണം വന്നു. ഓക്കെ, അപ്പോൾ അടുത്ത രണ്ടുപേരെ കൂടെ നമുക്ക് നോക്കാം. ശരി, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളിപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും, ഓരോ ബാച്ചിനെ ഞാൻ വിളിക്കുമ്പോഴും അതിൽ ഓരോരുത്തരും നന്നായിട്ട് പാടുന്ന ആൾക്കാരാണ്, നന്നായിട്ട് പാട്ടിനെ ആസ്വദിക്കുന്ന ആൾക്കാരാണ്, നന്നായിട്ട് സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പം ഇനിയും ഇതുപോലെ ഒരുപാട് 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 നല്ല പാട്ടുകൾ KS ചിത്ര ചേച്ചി നമുക്ക് സമ്മാനിക്കണം. അത് കേൾക്കാനും അത് ആസ്വദിക്കാനും ഒരുപാട് മലയാളി ഹൃദയം ഇവിടെ വെമ്പി ഇരിക്കുകയാണെന്നാണ് നമുക്ക് ഈ ഒരു ഇത്രയും ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടതിലൂടെയും അവരുടെ പാട്ടുകൾ കേട്ടതിലൂടെയും നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഇനിയും ഒരുപാട് ഇതുപോലെ തന്നെ ഒരുപാട് ജന്മദിനവും ഒരുപാട് ആഘോഷങ്ങളും ഒരുപാട് പാട്ടുകളും ചിത്ര ചേച്ചിക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സൈനിങ് ഓഫ്.